ഹായ് എവരി വൺ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ് USS ഷുവർ ക്വസ്റ്റ്യൻ സീരീസ്. സോ നമുക്ക് USSലെ വരാൻ സാധ്യതയുള്ള അല്ലെ വന്നിട്ടുള്ള പാറ്റേണിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സോ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസൻ നീഡ് എ മീഡിയം ടു ട്രാവൽ? അതായത് താഴെ പറയുന്നവയിൽ ട്രാവൽ ചെയ്യാൻ, യാത്ര ചെയ്യാൻ ഒരു മാധ്യമം ആവശ്യമില്ലാത്തത് ഏതാണെന്നാണ്. സോ നമ്മുടെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. സോ ഓപ്ഷൻ എ പ്രകാശം, ഓപ്ഷൻ ബി ശബ്ദം. സോ പ്രകാശം നമുക്കറിയാം, ഇപ്പോൾ നമ്മളുടെ സണ്ണിൽ നിന്ന്, സൂര്യനിൽ നിന്ന് നമ്മുടെ ഭൂമിയിലേക്ക് പ്രകാശം വരുന്നുണ്ടല്ലോ. സോ ഇവിടെ എന്തില്ല, ഒരു മീഡിയം ഇല്ല. ഇപ്പോൾ ഒരു എയറോ അല്ലെ ഒരു സോളിഡോ ലിക്വിഡോ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റും ഇല്ല. വാക്വത്തിലൂടെയാണ് പ്രകാശം അഥവാ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. സോ ലൈറ്റിന് ട്രാവൽ ചെയ്യേണ്ട ആവശ്യമില്ല, മീഡിയം ആവശ്യമില്ല. അതുപോലെ ശബ്ദത്തിന് എന്താണ്, ശബ്ദം ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ ശബ്ദത്തിനൊരു മീഡിയം ആവശ്യമാണ്. ഇപ്പോൾ ശബ്ദം നമ്മുടെ സോളിഡ് ആയിട്ടുള്ള വസ്തുക്കൾ അല്ലെ ലിക്വിഡ് ആയിട്ടുള്ള വസ്തുക്കൾ അല്ലെ നമ്മളിപ്പോൾ സംസാരിക്കുന്ന നമ്മൾ എയറിലൂടെയാണ് ശബ്ദം ട്രാവൽ ചെയ്യുക. അപ്പോൾ ശബ്ദത്തിന് എന്താവശ്യമുണ്ട്, മീഡിയം ആവശ്യമുണ്ട്. അപ്പോൾ ശബ്ദമല്ല ആൻസർ, ഓപ്ഷൻ എ പ്രകാശമാണ്. അപ്പോൾ എ ആൻഡ് ബി അല്ല. ഓക്കെ, സോ ഓപ്ഷൻ എ പ്രകാശം ആണ് എന്ത്, ഡസൻ നീഡ് എ മീഡിയം ടു ട്രാവൽ. സോ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫെനോമെനൺ ഓഫ് സ്പ്ലിറ്റിംഗ് ഓഫ് വൈറ്റ് ലൈറ്റ് ഇൻ ടു ഇറ്റ്സ് കോമൺ കളേഴ്സ് ഈസ്. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്നത് ഏത് പ്രതിഭാസത്തിലൂടെയാണെന്നാണ്. ഇപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്, അപവർത്തനം, പ്രകീർണനം, പ്രതിഫലനം ആൻഡ് ഡിഫ്രാക്ഷൻ. അതായത് റിഫ്രാക്ഷൻ, ഡിസ്പേർഷൻ, റിഫ്ലക്ഷൻ ആൻഡ് ഡിഫ്രാക്ഷൻ. സോ നമുക്ക് ഈ ഓപ്ഷനിൽ റിഫ്രാക്ഷൻ, ഡിസ്പേർഷൻ, റിഫ്ലക്ഷൻ എന്ന ടേമുകൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, അതെന്താണെന്ന് മനസ്സിലാക്കാം. അതിനുശേഷം നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. സോ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു വസ്തു, ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ്, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ പെന്ന് ഞാൻ എങ്ങനെ കാണുന്നത്, സൺലൈറ്റ് അല്ലെങ്കിൽ ബൾബിലെ ലൈറ്റ് അതിൽ വന്ന് തട്ടി റിഫ്ലക്റ്റ് ചെയ്തിട്ട് എൻ്റെ കണ്ണിലേക്ക് എത്തുമ്പോഴാണ് എന്താണ് ഞാൻ ഈ ഒബ്ജക്റ്റ് കാണുന്നത്. സോ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഒബ്ജക്റ്റിൽ ലൈറ്റ് വന്ന് പതിച്ച് അവിടുന്ന് പ്രതിഫലിക്കുക അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുക, ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, റിഫ്ലക്ഷൻ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ USSൻ്റെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, റിഫ്ലക്ഷൻ നടക്കുമ്പോൾ ഒരു ഇൻസിഡൻറ്റ് ആംഗിൾ ഉണ്ടാവും, ഒരു റിഫ്ലക്റ്റഡ് ആംഗിൾ ഉണ്ടാവും, അത് രണ്ടും തുല്യമായിരിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. സോ ബേസിക്കലി റിഫ്ലക്ഷൻ എന്താണ്, ഒരു വസ്തുവിൽ ലൈറ്റ് വന്ന് പതിച്ച് അതിന് പ്രതിഫലിക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുക, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയാം. ഇനി നമ്മൾ അടുത്ത ടേം എന്താണ്, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്താണെന്ന് നോക്കാം. സോ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, ഇപ്പം നമ്മൾ പല വസ്തുക്കളും കാണുന്ന അതിൽ ലൈറ്റ് വന്ന് തട്ടി പ്രതിഫലിക്കുന്നുണ്ടാന്ന് പറയാം. ഇനി ഒരു ഗ്ലാസിൻ്റെ പീസ് അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വാട്ടർ ഉണ്ടെന്ന് വിചാരിക്കാം. സോ നമുക്ക് ഇതിൻ്റെ താഴെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് നോക്കിയാൽ അപ്പുറത്തുള്ള വസ്തുക്കൾ കാണാൻ പറ്റും. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്, ലൈറ്റ് ഈ വസ്തുക്കളിലൂടെ കടന്നു പോകുന്നുണ്ട്. സോ ഈ വെള്ളത്തിലൂടെ ലൈറ്റ് വന്ന് ഇവിടെ തട്ടി തിരിച്ചു വരുന്നതുകൊണ്ടാണ് നമുക്ക് വെള്ളത്തിൻ്റെ ഉള്ളിലുള്ള വസ്തുക്കൾ കാണാൻ പറ്റുന്നത്. സോ ഒരു ലൈറ്റ് അല്ലെങ്കിൽ ഒരു ലൈറ്റർ അല്ലെങ്കിൽ ഒരു പ്രകാശം ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു വാട്ടർ പോലുള്ള സബ്സ്റ്റൻസിലൂടെ കടന്നു പോകുമ്പോൾ ഇത് എയർ എന്ന് പറഞ്ഞ മീഡിയമാണ്. സോ ഇത് ഗ്ലാസ് ആണ്. സോ ഈ ഇൻ്റർഫേസിലൂടെ കടന്നു പോകുമ്പോൾ ലൈറ്റർ എന്ത് സംഭവിക്കും, ഡീവിയേറ്റ് ചെയ്യും. അതായത് ഇതൊരു ഗ്ലാസ്, ഇവിടുന്ന് അങ്ങോട്ടുള്ള മുഴുവൻ ഗ്ലാസ് ആണെന്ന് വിചാരിക്കാം. സോ ഇവിടെ ഒരു ലൈറ്ററെ വന്ന് പതിക്കുന്നു. സോ ഇതാണ് നമ്മുടെ നോർമൽ ലൈൻ. സോ ഈ ലൈറ്റർ എന്ത് ചെയ്യും, ഈ പാത്തിലൂടെ അല്ല പോവുക, അതിന് പകരം ഇത് കുറച്ച് ഡീവിയേറ്റ് ചെയ്താണ് പോവുക. സോ ഈ പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുക, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. സോ ഇവിടെ നോക്കാം, ഇവിടെ ഗ്ലാസ് ആണ്, ഇവിടെ എയർ ആണ്. സോ ഇൻസിഡൻറ്റ് റേ ഇങ്ങനെ വന്നു. സോ ഇൻസിഡൻറ്റ് റേ സ്വാഭാവികമായിട്ട് എങ്ങനെയാണ് പോകേണ്ടത്, ഈ വഴിയിലൂടെയാണ് പോകേണ്ടത്. പക്ഷേ അത് എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് ഡീവിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ പ്രോസസ്സിനാണ് എന്ത് പറയുക, ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. സോ ഇനി നമ്മുടെ തേർഡ് ടേം, അതായത് ഡിസ്പേർഷൻ എന്താണെന്ന് നോക്കാം. സോ ഒരു ഗ്ലാസ് പ്രിസം, ഞാനൊരു ഗ്ലാസ് പ്രിസം ഇവിടെ വെച്ചിട്ടുണ്ട്, ഒരു വൈറ്റ് ലൈറ്റ് വന്നു. സോ ഒരു വൈറ്റ് ലൈറ്റ് ഗ്ലാസ് പ്രസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താ സംഭവിക്കുക, റിഫ്ലക്ഷൻ അല്ല റിഫ്രാക്ഷൻ സംഭവിക്കും. അതായത് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച പോലെ ഈ പാത്തിലൂടെ പോവില്ല, അത് റിഫ്രാക്ട് ചെയ്തു പോകും. പക്ഷെ ഒരു വൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ റേ ഓഫ് ലൈറ്റ് അല്ല, അത് പല കളേഴ്സും കൂടിയ ഒരു ലൈറ്റാണ് വൈറ്റ് ലൈറ്റ്. അതായത് റെയിൻബോയിൽ കാണുന്നത് പോലെ 7 കളേഴ്സ്, വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. സോ 7 കളേഴ്സ് കൂടിയതാണ് എന്ത്, വൈറ്റ് ലൈറ്റ്. സോ വൈറ്റ് ലൈറ്റ് ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ കളറിനും ഓരോ ഡീവിയേഷനാണ് സംഭവിക്കുക. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഈ ലൈറ്റ് വന്നു, അത് ഡിഫ്രാക്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട്,
7 ടൈപ്സ് ഓഫ് കളേഴ്സ് ഉണ്ട്, ഓരോന്നും ഓരോ ഡീവിയേഷനാണ് സംഭവിക്കുന്നത്. സോ ഒരു വൈറ്റ് ലൈറ്റ് ഒരു ഗ്ലാസ് പ്രസത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ കോമ്പോണൻറ്റ് കളേഴ്സ് ആയിട്ട് മാറുന്നു. സോ ആ പ്രോസസ്സിന് എന്താണ് പറയുക? ഡിസ്പേർഷൻ അഥവാ പ്രകീർണനം. സോ നമ്മുടെ തൊട്ട് മുന്നത്തെ ചോദ്യം, ഫെനോമെനൻ ഓഫ് സ്പ്ലിറ്റിംഗ് ഓഫ് വൈറ്റ് ലൈറ്റ് ഇൻ ടു കോമ്പണൻറ്റ് കളേഴ്സ്, അതായത് നമ്മുടെ ആൻസർ എന്താണ്? പ്രകീർണനം. അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ നമ്മൾ പറഞ്ഞു, ഒരു ഗ്ലാസ്സിലൂടെ കടന്നു പോകുമ്പോൾ അത് എന്ത് ചെയ്യും? ഡീവിയേറ്റ് ചെയ്യും, അതാണ് അപവർത്തനം. അതുപോലെ പ്രതിഫലനം എന്ന് പറഞ്ഞാൽ ഒരു സർഫസിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്നത്. സോ ഡിഫ്രാക്ഷൻ നമുക്കിപ്പോൾ പഠിക്കാനുള്ള ടേം അല്ല. ഓക്കെ, സോ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി? ഇനി പറയുന്നതിൽ ഏതാണ് പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സ്രോതസ്? സോ എന്താണ് ഒരു റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി? ഇപ്പം നമ്മൾ ഒരു സാധനം കത്തിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു എനർജി പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിക്കാം. അന്നേരം നമ്മൾ കുറച്ച് വസ്തുക്കൾ ഉപയോഗിക്കും. ആ ഉപയോഗിക്കുന്ന വസ്തുക്കൾ അതുപോലെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഉണ്ടാവുന്നുണ്ടെന്ന് വിചാരിക്കുക. അതാണ് റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി. സോ നമുക്കറിയാം, നമ്മൾ സൺലൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ വിൻഡ് മിൽസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. സോ ഇത് വിൻഡ് എനർജിയാണ് വിൻഡ് മിൽസ് യൂസ് ചെയ്യുക. അതുപോലെ സൺലൈറ്റ് വെച്ചിട്ട് സോളാർ എനർജി. സോ ഈ എനർജി സോഴ്സുകളൊക്കെ അതുപോലെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സോഴ്സുകൾ എന്ത് പറയും? റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി. ഇതല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്നതോറും കുറഞ്ഞു വരുന്ന സോഴ്സുകൾ നമ്മൾ എന്ത് പറയും? നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി. സോ നമ്മുടെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ആണവ ഇന്ധനം, മണ്ണെണ്ണ, പെട്രോൾ, ബയോഗ്യാസ്. അതായത് ന്യൂക്ലിയർ ഫ്യൂവൽ, കെരോസിൻ, പെട്രോൾ, ബയോഗ്യാസ്. സോ ഇതിൽ നമ്മുടെ ആൻസർ എന്താണ്? ബയോഗ്യാസ്. ബയോഗ്യാസ് ഒരു റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ്. ന്യൂക്ലിയർ ഫ്യൂവൽ അല്ല, കെരോസിൻ അല്ല, ആൻഡ് പെട്രോൾ അല്ല. സോ ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒബ്ജെക്ട്സ് ദാറ്റ് അലൗ ലൈറ്റ് ടു പാസ് ത്രൂ കംപ്ലീറ്റ്ലി ആർ കാൾഡ്. ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു റിഫ്ലക്ഷൻ എന്താണെന്ന് പഠിച്ചു, റിഫ്രാക്ഷൻ എന്താണെന്ന് പഠിച്ചു. സോ ഒബ്ജെക്ട്സ്, അതായത് ഒരു വസ്തുവിലൂടെ കംപ്ലീറ്റ്ലി ഒരു ലൈറ്റ് കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് വിളിക്കുന്ന ചോദിക്കുന്നത്. സോ ഇവിടെ എന്താ? റിഫ്ലക്ഷൻ സംഭവിക്കുന്നില്ല, റിഫ്രാക്ഷൻ ആയിരിക്കും സംഭവിക്കുക. സോ ഇങ്ങനെയുള്ള ഒബ്ജക്ട്സിന് എന്താ ടേം ആണ് നമ്മൾ വിളിക്കുക? അതാര്യമായ വസ്തുക്കൾ, സുതാര്യമായ വസ്തുക്കൾ, അർദ്ധസുതാര്യ വസ്തുക്കൾ, ഓർ സെമി കണ്ടക്ടർ. സോ നമ്മുടെ ഇംഗ്ലീഷിലെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഒപെക് ഒബ്ജക്ട്സ്, ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്ട്സ്, ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്ട്സ്, സെമി കണ്ടക്ടേഴ്സ്. സോ നമ്മൾ ഇങ്ങനെയുള്ള പ്രകാശത്തെ കംപ്ലീറ്റ്ലി കടത്തിവിടുന്നതിന് എന്താ പറയുക? ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്ട്സ്, അതായത് സുതാര്യമായ വസ്തുക്കൾ. ഒപെക് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കടത്തിവിടാത്തവ. ഇപ്പോൾ ഒരു ഉദാഹരണം, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ പെന്നിൻ്റെ ഉള്ളിലൂടെ ലൈറ്റ് കടന്നു പോകുന്നില്ല. സോ ഇത് എന്ത് ഒബ്ജക്റ്റാണ്? ഒപെക് ഒബ്ജക്റ്റ് ആണ്. പക്ഷെ ഒരു ഗ്ലാസ് എന്തായിരിക്കും? ഒരു ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ് ആയിരിക്കും. ഇനി അതുപോലെ നമ്മൾ അടുത്ത ഓപ്ഷൻ നോക്കുക, ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ്, അതായത് അർദ്ധസുതാര്യ വസ്തുക്കൾ. അർദ്ധസുതാര്യ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുറച്ച് എമൗണ്ട് ഓഫ് ലൈറ്റ് അത് കടത്തിവിടും, പക്ഷെ പൂർണ്ണമായിട്ടും കടത്തിവിടില്ല. അപ്പോൾ അതിന് ഉദാഹരണമാണ് സ്റ്റെയിൻഡ് ഗ്ലാസ്. നമ്മൾ കളറുള്ള ഗ്ലാസ്സുകളൊക്കെ കണ്ടിട്ടുണ്ടാകും വീടിൻ്റെ, നമ്മൾ ജനലുകളിലൊക്കെ ഉപയോഗിക്കുന്ന കളേർഡ് ഗ്ലാസ്സസ്. പിന്നെ അതുപോലെ ബട്ടർ പേപ്പർ, ഇതൊക്കെയാണ് എന്ത്? അർദ്ധസുതാര്യ വസ്തുക്കൾ. പിന്നെ സെമി കണ്ടക്ടർ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. സോ ഇതാണ് നമ്മൾ ഇന്നത്തെ ബേസിക് ആയിട്ടുള്ള USS ക്വസ്റ്റ്യൻസ്. നമ്മൾ 3-4 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു, ആൻഡ് നമ്മൾ അതിൻ്റെ ഓപ്ഷൻസ് എല്ലാം ഡിസ്കസ് ചെയ്തു. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.